ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് രാവിലെ ഇപ്പോൾ ഏകദേശം 8:30 ആവാറായി. 9 മണിക്കാണ് അഞ്ചുകൊണ്ട് താലികെട്ട്. ഞാൻ ഇതുവരെ എൻ്റെ ബോഡി ഗാർഡ് വരുന്നുണ്ട്. 9 മണിക്കാണ്, 9 to 9:30 മുഹൂർത്തം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എത്താൻ പറ്റും വിചാരിക്കാൻ. ഞാൻ എണീക്കാൻ നേരം വൈകി. ഞാൻ അലാറൊക്കെ വെച്ച് ഓഫാക്കി ഞാൻ കിടന്നുറങ്ങി. ഓർമ്മയില്ലേക്കിന്ന് കല്യാണമാണ്, പോവാണ്ട് എന്നൊന്നും. എന്നിട്ടിപ്പോൾ ഞാൻ രജനേച്ചിനോടൊക്കെ പോവുകയാണ്. അടിപ്പാവാടി എടുത്തിട്ട് എൻ്റെ ബ്ലൗസ് സാരിയൊക്കെ അവിടെയാണ്. രജനേച്ചിനോട് ഉടുപ്പിച്ച് തരാൻ പറയണം. സൂചിപ്പിന്ന് ഞാൻ എടുക്കാൻ പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മേടിക്കാം. എന്തായാലും രജനേച്ചിനെ വിട്ട് പോവാണ്. സാരി എടുക്കണം. ഈ 1/2 മണിക്കൂർ കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഞാൻ എങ്ങനെ അവിടെ എത്തും എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തെത്തണം. പിന്നെ ഇപ്പോൾ പേടിയാണ് ഇത് കൂടെയൊക്കെ നടക്കാൻ. ഞാൻ വഴി കാണിച്ചു തരാം. വിഷ്ണുവിൻ്റെ അമ്പലം, എൻ്റെ വീട് അപ്പുറത്തായിരുന്നു. ഞാൻ പോവാണ്. അങ്ങനെ അതാ റെഡിയായി. എൻ്റെ മുഖം മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. കുറച്ച് ബ്ലഷ് കൂടിപ്പോയി തോന്നുന്നു. അതെൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം. മൊത്തത്തിൽ ഇപ്പോഴേക്ക് നടക്കാൻ പറ്റണില്ല. അങ്ങനെ ഇതാ അമ്പലത്തിലെത്തി. എനിക്ക് നടക്കാൻ പറ്റണില്ല സാരി ഉടുത്തിട്ട്. അതൊക്കെ ഒരവസ്ഥ. ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്താൻ നോക്കട്ടെ വേഗം. താലി കെട്ടിയിട്ടില്ല, താലി കെട്ടാവണേ ഉള്ളൂ. പെട്ടെന്ന് എത്തിയാൽ വീഡിയോയിൽ വല്ലതും കാണിക്കാം. നീ എവിടെ രക്ഷപ്പെട്ട നമ്മുടെ അഞ്ചുവിന്റെ കല്യാണമാണ്. അതെ, എല്ലാവരും എന്താ പറയാ? അപ്പൊ താലിമല വന്നു. റിൻസ എന്താ പറയാ? കുറച്ചു താലി ഇട്ടുന്ന മതിയോ? സ്റ്റോറേജ് ഇന്ന് ഉണ്ടാവില്ല. നിങ്ങളോട് രണ്ടുപേരോട് മാമേ ദേഷ്യപ്പെടല്ലേ? ആ പോണത്
അല്ലേ? എന്ത് ഇനിയിപ്പോ എന്താ ഇനി എന്താ പേടിക്കല്ലേ? അങ്ങനെ എന്താ ഫുഡ് കഴിക്കാനിരുന്നു. ഞാൻ മുടിയൊക്കെ മേലേക്ക് കെട്ടി കാരണം തീരെ വയ്യ. എന്താ പറയുക, ചൂടെടുത്തിട്ട് ഇരിക്കാൻ നിൽക്കാനും വയ്യ. സോ ഞാനിവിടെ മുടിയൊക്കെ കെട്ടിയിട്ട് ഫുഡ് കഴിക്കായിരുന്നു. ഇലട്ട് ബാക്കിയൊക്കെ വരാനുണ്ട്. ഞാൻ പറയണ വല്ലതും കേൾക്കാണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷേ കേക്ക് ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ എഴുതി കൊടുക്കാം. ഇങ്ങനെ ഡിസ്ക്ലെയിമർ പോലെ, അല്ല ഡിസ്ക്ലെയിമർ അല്ല, ഡയലോഗ്സ് എഴുതി കൊടുക്കാം. അപ്പൊ എന്തെങ്കിലും പറയും. അഞ്ജുവിന്റെ ആരാന്ന് പറയും? മേമയുടെ മോള. ഞാൻ ഇന്നലെ ഒരു മേമേനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ മേമയുടെ മോള. അപ്പുവിന്റെ ഒറിജിനൽ പേരെന്താ? ശ്രീഷ്ണ. അപ്പൂന്ന് വിളിച്ചിട്ട് അപ്പൂന്നേ അറിയുള്ളൂ കേട്ടോ. അങ്ങനെ പറയരുത്. നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. പിന്നെന്താ യൂട്യൂബിൽ ഇടാൻ മടി? ഇന്നത്തെ ഡാൻസ് സീനായിരുന്നു. ഡാൻസ് ആണെങ്കിൽ ഞാൻ ഇന്നലെ തലേദിവസം വ്ളോഗ് ഇടാം. എന്തേ? നല്ല രസമുണ്ടല്ലോ ഡാൻസ് കളിക്കണാണ്. ഓ കഴിച്ച്. അപ്പൊ കഴിച്ചാ? അച്ചമ്മക്കല്ലേ അത് ഉണ്ണികളെ നോക്കണ അതൊന്നും ഒരു ഉണ്ണിക്ക് കൊടുത്താ കൊടുക്ക്. രണ്ടാം കൂടി എടുത്തോ. അത് ഉണ്ണി എടുത്തോ. നീ എടുത്തോ. അത് ഉണ്ണി എടുത്തോട്ടാ. വെള്ളത്തിൽ പറഞ്ഞുതരാം. അങ്ങനെ കല്യാണം കഴിഞ്ഞു. അഞ്ജു പോയി. അഞ്ജു നല്ല വിഷമമുണ്ട്. എന്തായാലും ലവ് മാരേജ് ആണ്. അപ്പോൾ സ്നേഹിച്ച ആൾ തന്നെ കിട്ടിയല്ലോ നമ്മുടെ. അപ്പോൾ പറഞ്ഞു തന്നത് കല്യാണം കഴിഞ്ഞു, ഇനി വീട്ടിൽ പോവാണ്. ഈ സാരിയിലേക്കൊരു ഫോട്ടോ പോലും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഒരു ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കണം. എന്നിട്ട് പിന്നെ എന്തേ ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോവാണ്. അത്രയ്ക്കുള്ളൂ. ഇല്ല, 10 കിലോ അടുത്ത വീഡിയോ ഇട്ട് തരാൻ വേണ്ടിയാ.